പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആഗ്രഹിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. ആത്മീയ ബോധ്യങ്ങൾ വരദാനമായി നൽകണമേ. രക്ഷയുടെ വചനങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്കായി പ്രദാനം ചെയ്യണമേ. അന്ധകാരത്തിലിരിക്കുന്നവരെ പ്രകാശത്തിലേക്കും, രോഗത്തിൽ ഇരിക്കുന്നവരെ സൗഖ്യത്തിലേക്കും, തകർന്നിരിക്കുന്നവരെ ഉയർച്ചയിലേക്കും അവിടുന്ന് ആനയിക്കണമേ. യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ വലിയ വിടുതലും മാനസാന്തരങ്ങളും
രോഗശാന്തികളും ലോകമെമ്പാടും ഈ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം ഒരു കുടുംബം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. ആ കുടുംബം മുഴുവൻ കണ്ണുനീരിൽ ആണ്ടുപോയൊരു കുടുംബമായിരുന്നു. അവരുടെ ദുഃഖം അവർ ഇപ്രകാരമാണ് പങ്കുവച്ചത്. കുടുംബത്തിലെ ഏക മകൻ കല്യാണം കഴിഞ്ഞ് 2 മാസം ഈ നാട്ടിൽ താമസിച്ചതിന് ശേഷം സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി. ഭാര്യ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഹൈസ്കൂളിലെ സ്റ്റാഫാണ്. ഭർത്താവ് സൗദിയിലേക്ക് പോയതിന് ശേഷം 2 മാസം കൂടെ പിന്നിട്ടു. അപ്പോൾ ഉദരത്തിൽ ഒരു വേദന. അവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ വിശദമായി പരിശോധന നടത്തി. ലെഫ്റ്റ് ഓവറിയിൽ ഒരു മുഴ, ക്യാൻസറസ് ആയ ഒരു മുഴ. പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അത് നീക്കം ചെയ്തു. വീണ്ടും ജോലിക്ക് പോയി. 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റിലൊരു വേദന. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അവർ പറഞ്ഞു അത് റൈറ്റ് ഓവറിയിലേക്കും മുഴ വന്നു, ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നു. ഉടനെ അവിടെ വേണ്ടപ്പെട്ട പരിശോധനകളെല്ലാം കാണുന്നപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനായി പറഞ്ഞയച്ചു. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോഴും ഈ ക്യാൻസർ ഗ്രോത്ത് അവിടെ പ്രബലപ്പെട്ടിരിക്കുന്നതായി തെളിഞ്ഞു. അങ്ങനെ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിലായി. സൗദിയിലുള്ള ഭർത്താവിന് വിവരം അറിയിച്ചു. ഭർത്താവും കുടുംബമെല്ലാം വളരെ കണ്ണുനീരിലായി. ഈ സമയത്തിനുള്ളിൽ അവർ പലതരത്തിൽ അതിനുള്ള സൗഖ്യത്തിനു വേണ്ടി പരിശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ ഏതാണ്ട് 8 മാസമായി. ഡിസംബർ മാസം 4-ാം തീയതിയാണ് ഈ കുടുംബം കണ്ണുനീരോടെ വരുന്നത്. അവർ പറഞ്ഞു, അച്ഛാ, വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിലെ ഏക സന്താനമാണിവൻ. ഇതാ ഇവൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയണത്. ഓവറിയിലുള്ള ക്യാൻസർ ഇപ്പോൾ ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു. തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. അവിടെയും ഡോക്ടർമാർ പറഞ്ഞു, ഇത് ക്യാൻസർ സംബന്ധമായ രോഗമാണ്, ഇത് ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കീമോതെറാപ്പി ആരംഭിക്കണം. അപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കരമായ സങ്കടമായി. കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും, പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളുണ്ടാകും, മനസ്സ് തളർന്നു. അപ്പോൾ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി. അവിടെയും ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, ക്യാൻസർ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയാതെ വേറെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൃശ്ശൂർ ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലേക്ക് അവിടെയുള്ള ഡോക്ടർക്ക് കത്ത് കൊടുത്തയച്ചു. അങ്ങനെ ഇവർ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അമൃത ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു, ഓപ്പറേഷൻ മാറ്റിവെക്കാൻ ഒരു മാർഗവുമില്ല, കാരണം ഗർഭപാത്രത്തിൽ ക്യാൻസർ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയണം. അമല ഹോസ്പിറ്റലിലും തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിലും അതുപോലെ അമൃത ഹോസ്പിറ്റലും ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, 4 ഹോസ്പിറ്റൽ, കേരളത്തിലെ പ്രമുഖമായ 4 ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർ ഒരേ അഭിപ്രായം പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവുമില്ല. കല്യാണം കഴിഞ്ഞ് 8 മാസമേ ആയിട്ടുള്ളൂ. കുടുംബത്തിലെ ഏക സന്താനമാണ് ഇവൻ. അവർ വളരെ കണ്ണുനീരിലാണ്ട്. ഞങ്ങളുടെ കുടുംബം എങ്ങനെ രക്ഷ പ്രാപിക്കുമെന്ന് അറിയാതെ അവർ വളരെ കണ്ണുനീരിലാണ്ടുപോയി. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസം 4-ാം തീയതി ശനിയാഴ്ച അവർ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. അവരങ്ങനെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നിവിടെ ധ്യാനം ഇല്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. അവർ പറഞ്ഞു, അച്ഛാ, ആ ധ്യാനകേന്ദ്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം തരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ധ്യാനമില്ല, വേറെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് നിരാശ തോന്നില്ലേ? അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ച 4 മണി ആയപ്പോൾ അവരെത്തിച്ചേർന്നു. അവർ ആ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും മക്കളും 4 പേരാണ്, ആ കുടുംബം മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ണുനീരോടെ ധ്യാനകേന്ദ്രത്തിൽ യേശുവിനെ വിളിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറേ നേരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുടെ പക്കലേക്ക് ചെന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ തകർന്നൊരു സാഹചര്യം. അവർ പറഞ്ഞു, അച്ഛാ, വീട്ടിൽ ശ്മശാന മൂകതയാണ്,
ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല. കുടുംബം വീട്ടിൽ ശ്മശാനം പോകുന്ന ദിവസങ്ങളായി മിണ്ടാട്ടം ഇല്ലാതെയായിട്ട് കുടുംബത്തിൽ മുഴുവൻ കണ്ണുനീരാണ്. ആ കണ്ണുനീരോട് ചേർന്ന് ഞാനും ദൈവത്തെ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നു. ഓപ്പറേഷൻ നിർബന്ധമായും ആവശ്യമാണ്. ഈ വ്യക്തിയുടെ രോഗപീഠ ഗർഭപാത്രം എടുത്തുകളെ ഓപ്പറേഷൻ കർത്താവ് ആത്മീയമായൊരു സന്ദേശം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല, ദൈവം ഓപ്പറേഷൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അച്ഛാ അതല്ലാതെ ഒരു വഴിയില്ലേ, ദൈവത്തിന് ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ പറ്റും. വീണ്ടും അവർ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് സംഭവിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ വീണ്ടും അവർ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ അവർ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും അവർക്ക് വേണ്ടി കണ്ണുനീരോടെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഡോക്ടർമാരും അവർക്ക് ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ വിശ്വാസം അവർ കൈവിട്ടില്ല. അവർക്ക് അതിശക്തമായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം, കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം. അതിശക്തമായ ആഗ്രഹത്തോടെ അവർ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് വീണ്ടും ഒരു സന്ദേശം തന്നു. അവരുടെ ആഗ്രഹം പോലെ അവർക്ക് ഭവിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറയുന്ന സന്ദേശം തന്നു. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് വേറൊരു സന്ദേശം തരുന്നു. ഓപ്പറേഷനാണ് എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിലും കർത്താവ് ഇപ്പോൾ സന്ദേശം തരുന്നു, ഓപ്പറേഷൻ ഒരു 15 വർഷത്തേന് നീട്ടിവെക്കാൻ. അങ്ങനെ അവർ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് സായാഹ്നത്തിൽ അവരിവിടുന്ന് സെഗിയോൻ ധ്യാനകേന്ദ്രം വിട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തു തന്നെ പറഞ്ഞാലും ശരി, എന്തു തന്നെ പറഞ്ഞാലും ശരി, ഓപ്പറേഷന് മുമ്പ് ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 6-ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ടേ ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കാവൂ. അങ്ങനെ അവർ ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഓപ്പറേഷന് മുമ്പ് അവർ വീണ്ടും പറഞ്ഞു, എല്ലാം ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അവർ പറഞ്ഞു, 4 ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ടല്ലോ, ഇനി വീണ്ടും ചെക്കപ്പ്. അവർ പറഞ്ഞു, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ വീണ്ടും ഓപ്പറേഷന് തൊട്ട് മുമ്പ് ചെക്കപ്പ് നടത്തി. ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ വളരെ അത്ഭുതത്തോടെ ഈ കുടുംബത്തിന് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ്, ഓപ്പറേഷൻ ആവശ്യമായ ആ രോഗപീഠ ഇപ്പോൾ കാണാനില്ല. ഗർഭപാത്രത്തിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ രോഗം ഇപ്പോൾ അവിടെ കാണാനില്ല. ആ രോഗപീഠ കാണാനില്ല. അത്ഭുതകരമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കേരളത്തിലെ പ്രമുഖമായ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർ എല്ലാവരും ഒരേപോലെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് ഓപ്പറേഷൻ വേണമെന്നുള്ളത്. കാരണം മെഡിക്കൽ സയൻസിൻ്റെ പരിശോധനയിൽ അത് അപ്രകാരം വ്യക്തമായി തെളിഞ്ഞു കണ്ടതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴും ആദ്യം കർത്താവ് നൽകിയ സന്ദേശം അങ്ങനെ തന്നെയാണ്, ഇവർക്ക് ഓപ്പറേഷൻ ആവശ്യമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരുടെ ആഗ്രഹം അസ്തമിച്ചില്ല. ഇവർക്ക് അതിശക്തമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ ഈ രോഗം മാറണം. ഓപ്പറേഷൻ വേണമെന്ന് ലോകം പറയുന്നു, ഓപ്പറേഷൻ വേണമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പ്രാർത്ഥിച്ചവർ പറയുന്നു. പക്ഷേ ഇവരുടെ ആഗ്രഹം കെട്ടുപോയില്ല. ഇവരുടെ ആഗ്രഹം കത്തിപ്പടർന്നു, ഇവരുടെ ആഗ്രഹം കത്തിജ്വലിച്ചു. അവർ അതിശക്തമായ ആഗ്രഹത്തോടെ പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ കൂടാതെ, കീമോതെറാപ്പി കൂടാതെ എനിക്ക് സൗഖ്യം വേണം. ആ ആഗ്രഹം അതുപോലെ നടക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. അതാണ് സങ്കീർത്തനം 10:17. എളിയവരുടെ ആഗ്രഹം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കും. എളിയവരുടെ അഭിലാഷം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കുന്നു. എളിയവരുടെ അഭിലാഷം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കുന്നു. ദൈവം എളിയവരുടെ അഭിലാഷം നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. ദൈവം എളിയവരുടെ അഭിലാഷം നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. 37-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം, നിന്റെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കിട്ടും. നീ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു ആഗ്രഹം വേണം. ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഒരു ആഗ്രഹം നിനക്കുണ്ടാകണം. നിന്റെ ആഗ്രഹം നിനക്ക് ദൈവം സഫലമാക്കി തരും. 37-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം, അവിടുന്ന് നിന്റെ ആഗ്രഹം സഫലമാക്കും. 145-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യം, തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. 145:19, തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അതിശക്തമായൊരു ആഗ്രഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്കുരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 43 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത ഇവിടെ രോഗിണിയുമായ ഒരു സഹോദരിയെ ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത വിധ രോഗിണിയുമായ ഈ രക്തസ്രാവക്കാരി സ്ത്രീ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾക്ക് വലിയ വിശ്വാസം ഉണ്ടായി, വലിയ പ്രതീക്ഷയുണ്ടായി, അതിശക്തമായൊരു ആഗ്രഹം ഉണ്ടായി. 12 വർഷമായി ചികിത്സിച്ച് പണം മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും ചികിത്സിച്ച് ഈ രോഗം മാറില്ല എന്ന് കണ്ടപ്പോൾ നെല്ലൊഴിഞ്ഞ് ചാക്ക് പോലെ വീടിൻ്റെ മൂലയിലേക്ക് അവളെ തള്ളിയിട്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തിന് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, അവളുടെ മാതാപിതാക്കൾക്ക് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, കുടുംബാംഗങ്ങൾക്ക് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായി. യേശുവിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൾ ആ പ്രഭാതത്തിൽ എഴുന്നേറ്റു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ യേശുവിനെ ചുറ്റിലും ജനക്കൂട്ടം തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 100 കണക്കിന് ജനങ്ങൾ യേശുവിന് ചുറ്റിനും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ ചെല്ലുമ്പോഴെല്ലാം അവർക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലും, ഞാൻ യേശുവിൻ്റെ തൊട്ടടുത്ത് ചെല്ലും, ഞാൻ യേശുവിനെ തൊടുമ്പോൾ എൻ്റെ യേശു സൗഖ്യപ്പെടുത്തും, തൊടുമ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. അന്ന് വരെ യേശു ക്രിസ്തു തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചിരുന്നു. യേശു ക്രിസ്തു വചനം വായിച്ച് സൗഖ്യപ്പെടുത്തിയിരുന്നു. യേശു ക്രിസ്തു പിശാചിനെ ശാസിച്ച് ബഹിഷ്കരിച്ച് സൗഖ്യം നൽകിയിരുന്നു. യേശു ക്രിസ്തുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചൊരു ചരിത്രം അന്ന് വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവൾക്ക് അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ജനക്കൂട്ടം മുഴുവൻ യേശുവിന് ചുറ്റും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ ചെന്ന് അവൾ ആഗ്രഹത്തോടെ ഒന്ന് തൊട്ടു. വിശുദ്ധ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: തന്നിൽ നിന്നും ശക്തി ബഹിർഗമിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? നോക്ക്, ജനക്കൂട്ടം മുഴുവനും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനക്കൂട്ടത്തിന് തിക്കിലും തിരക്കിലും പെടുമ്പോൾ ആരാണ് സ്പർശിച്ചത് എങ്ങനെ അറിയും? പക്ഷേ ജനക്കൂട്ടത്തിന് തിക്കിലും തൊടലും അല്ല പ്രശ്നം. ഒരാൾ ആഗ്രഹത്തോടെ ചെന്ന് തൊട്ടു, അവിടെയാണ് വ്യത്യാസം ഉണ്ടായത്. ഒരാൾ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഗ്രഹത്തോടെ ഒരാൾ ചെന്ന് തൊട്ടു. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇത് വിശുദ്ധർക്ക് നൽകുന്നൊരു മാർഗമാണ്. ഇത് വിശുദ്ധർക്ക് ദൈവമക്കൾക്കായി വെളിപ്പെടുത്തുന്നൊരു മാർഗമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അലക്ഷ്യമായി ഇരിക്കരുത്, അലംഭാവത്തോടെ ഇരിക്കരുത്, ഒരു താല്പര്യമില്ലാതെ ഇരിക്കരുത്, ഒരു പ്രതീക്ഷയില്ലാതെ ഇരിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ചെല്ലണം, വലിയ ആഗ്രഹത്തോടെ ചെല്ലണം. ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവിടുന്ന് അനുഗ്രഹം കൊടുക്കും. ആഗ്രഹിക്കുന്നവരിലേക്കെല്ലാം അവിടുത്തെ ശക്തി ഒഴുകും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആ ശക്തി ഒഴുകിയെത്തും. ഇപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ രോഗത്തിലേക്ക്, ഈ ദുഃഖത്തിലേക്ക്, ഈ വേദനയിലേക്ക് ഇപ്പോൾ യേശുവിന് ശക്തി ഒഴുകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓരോ ഹൃദയങ്ങളുടെ മേലും അങ്ങയുടെ ശക്തിയെ അവിടുന്ന് ഇപ്പോൾ നിക്ഷേപിക്കണമേ. തകർന്നിരിക്കുന്നവരെല്ലാം പുതുജീവൻ പ്രാപിക്കട്ടെ. വാടി തളർന്നിരിക്കുന്നവരെല്ലാം പുതുശക്തി പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കഠിനമായ ഹൃദയങ്ങളെ ഇപ്പോൾ യേശുവെ അവിടുന്ന് സ്പർശിക്കണമേ. ആത്മീയമായ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിശുദ്ധമായ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അശുദ്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. തിന്മയുടെ എല്ലാ ദുശീലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ച് വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങൾ ദൈവമക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്.
ദിവ്യകാരുണ്യ രൂപനായ യേശു കർത്താവിൻ്റെ അരികിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയമായ ആഗ്രഹങ്ങൾ കെട്ടുപോയ ഹൃദയങ്ങളിലേക്ക് ദൈവം ഇപ്പോൾ തൻ്റെ ആത്മാവിനെ വർഷിക്കട്ടെ. പിന്മാറ്റത്തിലേക്ക് പോയ ജീവിതങ്ങളിലേക്ക് ദൈവം തൻ്റെ ശക്തി ഇപ്പോൾ വീണ്ടും ഒഴുക്കട്ടെ. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാൻ തക്ക വിധം ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കൾ ഇപ്പോൾ നിറയട്ടെ. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള ദാസീദാസന്മാരുടെ മേൽ ആത്മീയ പൗരുഷം പ്രദാനം ചെയ്യണമേ. ആത്മീയ അഭിഷേകങ്ങൾ പ്രദാനം ചെയ്യണമേ. ആത്മീയ ഉണർവ് പ്രദാനം ചെയ്യണമേ. എല്ലാ ജീവിതങ്ങളുടെ മേലും പുതുശക്തി ഒഴുകാനങ്ങൾ തിരുവള്ളമാകണമേ. വചനത്തിൻ്റെ ശക്തിയാൽ, വിശ്വാസത്തിൻ്റെ ശക്തിയാൽ വലിയ കാര്യങ്ങൾ ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കണമേ. അത്ഭുതങ്ങളുടെ സമയമായി ഈ സമയം ഇപ്പോൾ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമേ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലാൽ ഇപ്പോൾ വൻ കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുപോകട്ടെ. മാറാ രോഗങ്ങൾ മാറിപ്പോകട്ടെ. പലതരത്തിലുള്ള ദുർശീലങ്ങൾ വിട്ടുപോകട്ടെ. ദുർവ്യാധികൾ വിട്ടുപോകട്ടെ. ദുർപീഡകൾ വിട്ടുപോകട്ടെ. ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി എല്ലാ ശരീരങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആഗ്രഹിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. ആത്മീയ ബോധ്യങ്ങൾ വരദാനമായി നൽകണമേ. രക്ഷയുടെ വചനങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്കായി പ്രദാനം ചെയ്യണമേ. അന്ധകാരത്തിലിരിക്കുന്നവരെ പ്രകാശത്തിലേക്കും, രോഗത്തിൽ ഇരിക്കുന്നവരെ സൗഖ്യത്തിലേക്കും, തകർന്നിരിക്കുന്നവരെ ഉയർച്ചയിലേക്കും അവിടുന്ന് ആനയിക്കണമേ. യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ വലിയ വിടുതലും മാനസാന്തരങ്ങളും രോഗശാന്തികളും ലോകമെമ്പാടും ഈ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം ഒരു കുടുംബം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. ആ കുടുംബം മുഴുവൻ കണ്ണുനീരിൽ ആണ്ടുപോയൊരു കുടുംബമായിരുന്നു.
അവരുടെ ദുഃഖം അവർ ഇപ്രകാരമാണ് പങ്കുവച്ചത്. കുടുംബത്തിലെ ഏക മകൻ കല്യാണം കഴിഞ്ഞ് 2 മാസം ഈ നാട്ടിൽ താമസിച്ചതിന് ശേഷം സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി. ഭാര്യ തൊടുപുഴയ്ക്കടുത്തുള്ള ഒരു ഹൈസ്കൂളിലെ സ്റ്റാഫാണ്. ഭർത്താവ് സൗദിയിലേക്ക് പോയതിന് ശേഷം 2 മാസം കൂടെ പിന്നിട്ടു. അപ്പോൾ ഉദരത്തിൽ ഒരു വേദന. അവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ വിശദമായ പരിശോധന നടത്തി. ലെഫ്റ്റ് ഓവറിയിൽ ഒരു മുഴ, ക്യാൻസറസ് ആയ ഒരു മുഴ. പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അത് നീക്കം ചെയ്തു. വീണ്ടും ജോലിക്ക് പോയി. 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റിലൊരു വേദന. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അവർ പറഞ്ഞു അത് റൈറ്റ് ഓവറിയിലേക്കും മുഴ വന്നു, ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നു. ഉടനെ അവിടെ വേണ്ടപ്പെട്ട പരിശോധനകളെല്ലാം നടന്നപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനായി പറഞ്ഞയച്ചു. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോഴും ഈ ക്യാൻസർ ഗ്രോത്ത് അവിടെ പ്രബലപ്പെട്ടിരിക്കുന്നതായി തെളിഞ്ഞു. അങ്ങനെ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിലായി. സൗദിയിലുള്ള ഭർത്താവിന് വിവരം അറിയിച്ചു. ഭർത്താവും കുടുംബമെല്ലാം വളരെ കണ്ണുനീരിലായി. ഈ സമയത്തിനുള്ളിൽ അവർ പലതരത്തിൽ അതിനുള്ള സൗഖ്യത്തിനു വേണ്ടി പരിശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ ഏതാണ്ട് 8 മാസമായി. ഡിസംബർ മാസം 4-ാം തീയതിയാണ് ഈ കുടുംബം കണ്ണുനീരോടെ വരുന്നത്. അവർ പറഞ്ഞു, അച്ഛാ, വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിലെ ഏക സന്താനമാണിവൻ. ഇതാ ഇവൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓവറിയിലുള്ള ക്യാൻസർ ഇപ്പോൾ ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു. തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. അവിടെയും ഡോക്ടർമാർ പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ.
പഠിക്കുവാൻ കൃപ ചൊരിയണമേ. അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ. അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ പറഞ്ഞു. കർത്താവ് വേറൊരു സന്ദേശം തരുന്നു. ഓപ്പറേഷനാണ് എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിലും കർത്താവ് ഇപ്പോൾ സന്ദേശം തരുന്നു, ഓപ്പറേഷൻ ഒരു 15 വർഷത്തേന് നീട്ടിവെക്കാൻ. അങ്ങനെ അവർ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് സായാഹ്നത്തിൽ അവരിവിടുന്ന് സഗിയോൻ ധ്യാനകേന്ദ്രം വിട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തു തന്നെ പറഞ്ഞാലും ശരി, എന്തു തന്നെ പറഞ്ഞാലും ശരി, ഓപ്പറേഷന് മുമ്പ് ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 6-ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ടേ ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കാവൂ. അങ്ങനെ അവർ ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഓപ്പറേഷന് മുമ്പ് അവർ വീണ്ടും പറഞ്ഞു, എല്ലാം ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അവർ പറഞ്ഞു, 4 ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ടല്ലോ, ഇനി വീണ്ടും ചെക്കപ്പ്. അവർ പറഞ്ഞു, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ വീണ്ടും ഓപ്പറേഷന് തൊട്ട് മുമ്പ് ചെക്കപ്പ് നടത്തി. ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ വളരെ അത്ഭുതത്തോടെ ഈ കുടുംബത്തിന് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ്, ഓപ്പറേഷൻ ആവശ്യമായ ആ രോഗപീഠ ഇപ്പോൾ കാണാനില്ല. ഗർഭപാത്രത്തിൽ വളരെ വേഗത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ക്യാൻസർ രോഗം ഇപ്പോൾ അവിടെ കാണാനില്ല. ആ രോഗപീഠ കാണാനില്ല. അത്ഭുതകരമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കേരളത്തിലെ പ്രമുഖമായ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാർ എല്ലാവരും ഒരേപോലെ നിർദ്ദേശം കൊടുത്തിരുന്നതാണ് ഓപ്പറേഷൻ വേണമെന്നുള്ളത്. കാരണം മെഡിക്കൽ സയൻസിൻ്റെ പരിശോധനയിൽ അത് അപ്രകാരം വ്യക്തമായി തെളിഞ്ഞു കണ്ടതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴും ആദ്യം കർത്താവ് നൽകിയ സന്ദേശം അങ്ങനെ തന്നെയാണ്, ഇവർക്ക് ഓപ്പറേഷൻ ആവശ്യമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരുടെ ആഗ്രഹം അസ്തമിച്ചില്ല. ഇവർക്ക് അതിശക്തമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കൂടാതെ ഈ രോഗം മാറണം. ഓപ്പറേഷൻ വേണമെന്ന് ലോകം പറയുന്നു, ഓപ്പറേഷൻ വേണമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പ്രാർത്ഥിച്ചവർ പറയുന്നു. പക്ഷേ ഇവരുടെ ആഗ്രഹം കെട്ടുപോയില്ല. ഇവരുടെ ആഗ്രഹം കത്തിപ്പടർന്നു, ഇവരുടെ ആഗ്രഹം കത്തിജ്വലിച്ചു. അവർ അതിശക്തമായ ആഗ്രഹത്തോടെ പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ കൂടാതെ, കീമോതെറാപ്പി കൂടാതെ എനിക്ക് സൗഖ്യം വേണം. ആ ആഗ്രഹം അതുപോലെ നടക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. അതാണ് സങ്കീർത്തനം 10:17. എളിയവരുടെ ആഗ്രഹം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കും. എളിയവരുടെ അഭിലാഷം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കുന്നു. എളിയവരുടെ അഭിലാഷം അവിടെ നിന്ന് നിറവേറ്റി കൊടുക്കുന്നു. ദൈവം എളിയവരുടെ അഭിലാഷം നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. ദൈവം എളിയവരുടെ അഭിലാഷം നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ്. 37-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം, നിന്റെ ആഗ്രഹം അവിടുന്ന് സാധിച്ചു കിട്ടും. നീ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു ആഗ്രഹം വേണം. ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഒരു ആഗ്രഹം നിനക്കുണ്ടാകണം. നിന്റെ ആഗ്രഹം നിനക്ക് ദൈവം സഫലമാക്കി തരും. 37-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം, അവിടുന്ന് നിന്റെ ആഗ്രഹം സഫലമാക്കും. 145-ാം സങ്കീർത്തനത്തിൽ 19-ാമത്തെ വാക്യം, തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. 145:19, തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അതിശക്തമായൊരു ആഗ്രഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്കുരിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 43 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത ഇവിടെ രോഗിണിയുമായ ഒരു സഹോദരിയെ ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത വിധ രോഗിണിയുമായ ഈ രക്തസ്രാവക്കാരി സ്ത്രീ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾക്ക് വലിയ വിശ്വാസം ഉണ്ടായി, വലിയ പ്രതീക്ഷയുണ്ടായി, അതിശക്തമായൊരു ആഗ്രഹം ഉണ്ടായി. 12 വർഷമായി ചികിത്സിച്ച് പണം മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും ചികിത്സിച്ച് ഈ രോഗം മാറില്ല എന്ന് കണ്ടപ്പോൾ
നെല്ലൊഴിഞ്ഞ് ചാക്ക് പോലെ വീടിൻ്റെ മൂലയിലേക്ക് അവളെ തള്ളിയിട്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തിന് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, അവളുടെ മാതാപിതാക്കൾക്ക് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, കുടുംബാംഗങ്ങൾക്ക് അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചുവെങ്കിലും, യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായി. യേശുവിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൾ ആ പ്രഭാതത്തിൽ എഴുന്നേറ്റു, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ യേശുവിനെ ചുറ്റിലും ജനക്കൂട്ടം തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 100 കണക്കിന് ജനങ്ങൾ യേശുവിന് ചുറ്റിനും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ ചെല്ലുമ്പോഴെല്ലാം അവർക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെല്ലും, ഞാൻ യേശുവിൻ്റെ തൊട്ടടുത്ത് ചെല്ലും, ഞാൻ യേശുവിനെ തൊടുമ്പോൾ എൻ്റെ യേശു സൗഖ്യപ്പെടുത്തും, തൊടുമ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. അന്ന് വരെ യേശു ക്രിസ്തു തൊട്ടവരൊക്കെ സൗഖ്യം പ്രാപിച്ചിരുന്നു. യേശു ക്രിസ്തു വചനം വായിച്ച് സൗഖ്യപ്പെടുത്തിയിരുന്നു. യേശു ക്രിസ്തു പിശാചിനെ ശാസിച്ച് ബഹിഷ്കരിച്ച് സൗഖ്യം നൽകിയിരുന്നു. യേശു ക്രിസ്തുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചൊരു ചരിത്രം അന്ന് വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവൾക്ക് അതിശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ജനക്കൂട്ടം മുഴുവൻ യേശുവിന് ചുറ്റും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ജനക്കൂട്ടത്തിന് ഇടയിലൂടെ ചെന്ന് അവൾ ആഗ്രഹത്തോടെ ഒന്ന് തൊട്ടു. വിശുദ്ധ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: തന്നിൽ നിന്നും ശക്തി ബഹിർഗമിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? നോക്ക്, ജനക്കൂട്ടം മുഴുവനും തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനക്കൂട്ടത്തിന് തിക്കിലും തിരക്കിലും പെടുമ്പോൾ ആരാണ് സ്പർശിച്ചത് എങ്ങനെ അറിയും? പക്ഷേ ജനക്കൂട്ടത്തിന് തിക്കിലും തൊടലും അല്ല പ്രശ്നം. ഒരാൾ ആഗ്രഹത്തോടെ ചെന്ന് തൊട്ടു, അവിടെയാണ് വ്യത്യാസം ഉണ്ടായത്. ഒരാൾ വലിയ പ്രതീക്ഷയോടെ, വലിയ ആഗ്രഹത്തോടെ ഒരാൾ ചെന്ന് തൊട്ടു. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഗ്രഹിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇത് വിശുദ്ധർക്ക് നൽകുന്നൊരു മാർഗമാണ്. ഇത് വിശുദ്ധർക്ക് ദൈവമക്കൾക്കായി വെളിപ്പെടുത്തുന്നൊരു മാർഗമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ, വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അലക്ഷ്യമായി ഇരിക്കരുത്, അലംഭാവത്തോടെ ഇരിക്കരുത്, ഒരു താല്പര്യമില്ലാതെ ഇരിക്കരുത്, ഒരു പ്രതീക്ഷയില്ലാതെ ഇരിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ചെല്ലണം, വലിയ ആഗ്രഹത്തോടെ ചെല്ലണം. ആഗ്രഹിക്കുന്നവർക്കെല്ലാം അവിടുന്ന് അനുഗ്രഹം കൊടുക്കും. ആഗ്രഹിക്കുന്നവരിലേക്കെല്ലാം അവിടുത്തെ ശക്തി ഒഴുകും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആ ശക്തി ഒഴുകിയെത്തും. ഇപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈ രോഗത്തിലേക്ക്, ഈ ദുഃഖത്തിലേക്ക്, ഈ വേദനയിലേക്ക് ഇപ്പോൾ യേശുവിൻ്റെ ശക്തി ഒഴുകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ അത്ഭുതകരമായി വ്യാപരിക്കണമേ. ഓരോ ഹൃദയങ്ങളുടെ മേലും അങ്ങയുടെ ശക്തിയെ അവിടുന്ന് ഇപ്പോൾ നിക്ഷേപിക്കണമേ. തകർന്നിരിക്കുന്നവരെല്ലാം പുതുജീവൻ പ്രാപിക്കട്ടെ. വാടി തളർന്നിരിക്കുന്നവരെല്ലാം പുതുശക്തി പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കഠിനമായ ഹൃദയങ്ങളെ ഇപ്പോൾ യേശുവെ അവിടുന്ന് സ്പർശിക്കണമേ. ആത്മീയമായ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിശുദ്ധമായ ആഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജഡത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. അശുദ്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. തിന്മയുടെ എല്ലാ ദുശീലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ച് വിശുദ്ധീകരിക്കുന്ന അനുഭവങ്ങൾ ദൈവമക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. പറഞ്ഞു, ഇത് ക്യാൻസർ സംബന്ധമായ രോഗമാണ്. ഇത് ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. കീമോതെറാപ്പി ആരംഭിക്കണം. അപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കരമായ സങ്കടമായി. കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും, പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും, മനസ്സ് തളർന്നു. അപ്പോൾ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി. അവിടെയും ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, ക്യാൻസർ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയാതെ വേറെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൃശ്ശൂർ ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലേക്ക് അവിടെയുള്ള ഡോക്ടർക്ക് കത്ത് കൊടുത്തയച്ചു. അങ്ങനെ ഇവർ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അമൃത ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു, ഓപ്പറേഷൻ മാറ്റിവെക്കാൻ ഒരു മാർഗവും ഇല്ല. കാരണം ഗർഭപാത്രത്തിൽ ക്യാൻസർ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയണം. അമല ഹോസ്പിറ്റലിലും തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിലും
അതുപോലെ അമൃത ഹോസ്പിറ്റലും ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, 4 ഹോസ്പിറ്റൽ, കേരളത്തിലെ പ്രമുഖമായ 4 ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർ ഒരേ അഭിപ്രായം പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവുമില്ല. കല്യാണം കഴിഞ്ഞ് 8 മാസമേ ആയിട്ടുള്ളൂ. കുടുംബത്തിലെ ഏക സന്താനമാണ് ഇവൻ. അവർ വളരെ കണ്ണുനീരിലാണ്ട്. ഞങ്ങളുടെ കുടുംബം എങ്ങനെ രക്ഷ പ്രാപിക്കുമെന്ന് അറിയാതെ അവർ വളരെ കണ്ണുനീരിൽ ആണ്ടുപോയി. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസം 4-ാം തീയതി ശനിയാഴ്ച അവർ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. അവരങ്ങനെ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നിവിടെ ധ്യാനം ഇല്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. അവർ പറഞ്ഞു, അച്ഛാ ആ ധ്യാന കേന്ദ്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം തരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ധ്യാനമില്ല, വേറെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് നിരാശ തോന്നില്ലേ? അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ച 4 മണി ആയപ്പോൾ അവരെത്തിച്ചേർന്നു. ആ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും മക്കളും 4 പേരാണ്, ആ കുടുംബം മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ണുനീരോടെ ധ്യാന കേന്ദ്രത്തിൽ യേശുവിനെ വിളിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറേ നേരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുടെ പക്കലേക്ക് ചെന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ തകർന്നൊരു സാഹചര്യം. അവർ പറഞ്ഞു, അച്ഛാ വീട്ടിൽ ശ്മശാന മൂകതയാണ്, ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല, കുടുംബം വീട്ടിൽ ശ്മശാന മൂകത, ദിവസങ്ങളായി മിണ്ടാട്ടം ഇല്ലാതെയായിട്ട് കുടുംബത്തിൽ മുഴുവൻ കണ്ണുനീരാണ്. ആ കണ്ണുനീരോട് ചേർന്ന് ഞാനും ദൈവത്തെ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നു. ഓപ്പറേഷൻ നിർബന്ധമായും ആവശ്യമാണ്. ഈ വ്യക്തിയുടെ രോഗപീഠ ഗർഭപാത്രം എടുത്തുകളെ ഓപ്പറേഷൻ കർത്താവ് ആത്മീയമായൊരു സന്ദേശം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല, ദൈവം ഓപ്പറേഷൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അച്ഛാ അതല്ലാതെ ഒരു വഴിയില്ലേ, ദൈവത്തിന് ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ പറ്റും. വീണ്ടും അവർ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് സംഭവിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ വീണ്ടും അവർ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിൽ അവർ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും അവർക്ക് വേണ്ടി കണ്ണുനീരോടെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഡോക്ടർമാരും അവർക്ക് ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ വിശ്വാസം അവർ കൈവിട്ടില്ല. അവർക്ക് അതിശക്തമായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം, കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം. അതിശക്തമായ ആഗ്രഹത്തോടെ അവർ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് വീണ്ടും ഒരു സന്ദേശം തന്നു. അവരുടെ ആഗ്രഹം പോലെ അവർക്ക് ഭവിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറയാൻ ഒരു സന്ദേശം തന്നു. ഞാൻ അവരോട്